കോട്ടയം കഞ്ഞിക്കുഴിയിൽ ഫ്ളാറ്റിൽ നിന്നും വീണ് യുവാവ് മരിച്ചു എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ജേക്കബ് തോമസ് ആണ് മരിച്ചത്. ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തതാണോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. കോട്ടയം ഈസ്റ്റ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. ടോബി, എപ്പോഴാണ് ഈ സംഭവം? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നുണ്ടോ ടോബി? ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. കഞ്ഞിക്കുഴി മുട്ടമ്പലത്തുള്ള ഒരു ഫ്ളാറ്റിന്റെ 8ാമത്തെ നിലയിൽ നിന്നും വീണു മരിച്ചു കിടക്കുന്ന നിലയിലാണ് രാവിലെ മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസ് എത്തി വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ചില മാനസിക സമ്മർദ്ദങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നത്, ജോലി സംബന്ധമായിട്ടുള്ള മാനസിക പ്രഷർ ഇദ്ദേഹം അനുഭവിച്ചിരുന്നു എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിക്കുന്നത്. മാതാപിതാക്കളും ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട്. ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ഒരു വീഡിയോ സന്ദേശം മാതാവിന് അയച്ചിരുന്നു എന്നുള്ളൊരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും അതിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ജോലി സംബന്ധിച്ച് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു, പ്രഷർ ഉണ്ടായിരുന്നു. കൂടുതൽ സമയങ്ങളിൽ രാത്രികാലങ്ങളിലൊക്കെ ഉറക്കമണച്ചിരുന്ന് ജോലി ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ജൂലൈയിലാണ് പാത്താമുട്ടത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഈ ജേക്കബ് പഠിച്ച് ഇറങ്ങുന്നത്. അതിനുശേഷം ഡിസംബറിലാണ് കാക്കനാടുള്ള ലിങ്ക്വേസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറായി ജോലിക്ക് കയറിയത്. അന്ന് മുതൽ വലിയ ജോലി ഭാരം ഉണ്ടായിരുന്നതായി ബന്ധുക്കളോടൊക്കെ പറഞ്ഞിരുന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതേ തുടർന്ന് ഉണ്ടായ ഒരു ആത്മഹത്യയാണോ എന്നൊരു സംശയം തന്നെയാണ് പോലീസിനുള്ളത്. അങ്ങനെ തന്നെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ബന്ധുക്കളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഇത് സംബന്ധിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. എന്നാലും പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ശരി, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.